എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ കൗമാരക്കാരുടെ ആത്മഹത്യാ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നാം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വായിച്ചറിയുന്നു, കണ്ടറിയുന്നു. ഇത് കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളാണ് നമ്മുടെ ചെവിയിലെത്തുന്നത്. മാതാപിതാക്കളെയും നാട്ടുകാരെയും ഒക്കെ ദുഃഖത്തിലാഴ്ത്തി, കണ്ണീരിലാഴ്ത്തി നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വിട പറയുന്നത് സഹിക്കാവുന്നതിനേക്കാൾ അപ്പുറമാണ്. അത്തരത്തിലുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മേലൂർ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡ് പുഷ്പഗിരിയിൽ വെള്ളാട്ടുന്തറ പ്രജീഷ് സുബി ദമ്പതികളുടെ മകൾ ശ്രീനന്ദ 15 വയസ്സെന്ന കുട്ടി അമ്മയായിട്ടുള്ള സുബിയുടെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടെന്ന വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു 2:30-ക്കും 3 മണിക്കും ഇടയിലാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഈ അമ്മയായിട്ടുള്ള സുബിയുടെ മുത്തച്ഛൻ ആശുപത്രിയിലാണ്. സുബിയുടെ അച്ഛനും സുബിയും ഒക്കെയാണ് ആശുപത്രിയിൽ നിൽക്കുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് സുബിയുടെ അച്ഛനെ ആശുപത്രിയിലാക്കുന്നതിന് വേണ്ടി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നു വിടാൻ ശ്രീനന്ദയുടെ അനുജത്തി അവന്തിക ഈ മുത്തച്ഛനെ ഈ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തിരിച്ചു വരുന്ന ഒരു 20 മിനിറ്റിൻ്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന അവന്തിക ചേച്ചിയെ വിളിച്ചിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ വീടിൻ്റെ ജനൽപ്പാളിയിലൂടെ നോക്കുമ്പോഴാണ് ഈ സഹിക്കാവുന്നതിനേക്കാൾ അപ്പുറമുള്ള കാഴ്ച 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞനുജത്തി അവന്തിക കാണുന്നത്. ആ കുട്ടി തൊട്ടപ്പുറത്തുള്ള ആളുകളൊക്കെ അറിയിച്ചു വന്ന് ഈ ശ്രീനന്ദയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. ശ്രീനന്ദയുടെ മാതാപിതാക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രജീഷ് എന്ന് പറയുന്ന ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സാധാരണക്കാരായ മനുഷ്യൻ, പെയിൻറ്റിങ് തൊഴിലാളിയാണ്. അന്നന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് തൻ്റെ കുടുംബത്തെ വളർത്തി ആ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ, ഈ മക്കളിലൂടെ സ്വപ്നങ്ങൾ നടന്നു കാണാൻ, സാക്ഷാത്കരിക്കപ്പെടാൻ കാണുന്ന സാധാരണ ഒരു പച്ചയായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യൻ. അമ്മ സുബി ഈ ചാലക്കുടി കല്യാൺ സിൽക്സിൽ ജോലി ചെയ്യുന്നവരാണ്. എന്താ പറയുക, ഒരു സാധാരണ ഒരു കുടുംബത്തിൻ്റെ തകർന്നു നിൽക്കുന്നൊരവസ്ഥ, അത്യന്തം വിഷമജനകമായ സംഭവം. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള മരണങ്ങൾക്ക് കീഴ്പ്പെടുന്നത്? ഈ ശ്രീനന്ദയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുവിധം നന്നായി പഠിക്കുന്ന കുട്ടി. മേലൂർ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 10-ാം ക്ലാസ് പഠിച്ചത്. പാസ് ഔട്ടായതിനു ശേഷം ഇഷ്ടപ്പെട്ട വിഷയത്തിന് വേണ്ടി അഡ്മിഷൻ കൊടുത്തു. ശ്രീനന്ദയുടെ കൂട്ടുകാരികൾക്കെല്ലാം തന്നെ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ശ്രീനന്ദയ്ക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നില്ല. അതിൽ അല്പം ദുഃഖവും വിഷമവും നിരാശയും ഒക്കെ ഉണ്ടായിരുന്നു ഈ ശ്രീനന്ദയ്ക്ക് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും മാതാപിതാക്കളും അതുപോലെ രക്ഷകർത്താക്കളും അധ്യാപകരും എല്ലാം ചേർന്ന് ഈ അഡ്മിഷൻ കിട്ടും. കാരണം കുറച്ച് കഴിയുമ്പോൾ സ്കൂളുകളിൽ തന്നെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഡ്മിഷൻ കിട്ടും എന്ന് ആശ്വസിപ്പിച്ചിരുന്നു. എന്താണ് ഈ കുട്ടി ഇങ്ങനെ ഒരു മരണത്തിന് കീഴ്പ്പെട്ടതെന്നുള്ള പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ പറയുന്നില്ല. തീർച്ചയായിട്ടും അത്യന്തം വിഷമകരമായിട്ടുള്ളൊരു സംഭവം. ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് സമ്മർദ്ദം താങ്ങാനായിട്ട് സാധിക്കുന്നില്ലേ? നമ്മുടെ കുട്ടികൾ ഒരുപാട് വളരുന്നു. വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ മറ്റ് സർഗാത്മകമായ കഴിവുകളിലും ഒക്കെ തന്നെ വളരുന്നു. പക്ഷേ ചില ചെറിയ സംഭവങ്ങളെ പോലും അതിനെ ആവാത്ത രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് നമ്മുടെ കുട്ടികൾ വഴിപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്നാണ് നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംവിധാനങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടം, 6 വയസ്സുകാരനും 7 വയസ്സുകാരനൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ഈ കാലഘട്ടം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും മേലൂർ ഗ്രാമപഞ്ചായത്തിലെ പുഷ്പഗിരി എന്ന കൊച്ചു ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ശ്രീനന്ദയുടെ വേർപാട്. പ്രജീഷ് എന്ന ആ പെയിൻറ്റ് തൊഴിലാളിയായിട്ടുള്ള അച്ഛൻ്റെയും അമ്മയായിട്ടുള്ള സുബിയുടെയും ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, കുഞ്ഞനുജന്മാരെ, ഇത്തരത്തിലുള്ള മരണങ്ങളിലൂടെ നിങ്ങൾ വേർപിരിയുമ്പോൾ നിങ്ങൾ കണ്ണുനീരും ദുഃഖവും സമ്മാനിക്കുന്നത് ഹൃദയങ്ങളിലാണ്. നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും കണ്ടു നിൽക്കാനാവുന്നില്ല ഈ കാഴ്ച കണ്ടിട്ട്. തീർച്ചയായിട്ടും മേലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രജീഷ് സുബി ദമ്പതികളുടെ മകളായ ശ്രീനന്ദയുടെ ഈ അകാല വിയോഗത്തിൽ ജെഫൈസിൻ്റെയും ആദരാഞ്ജലികൾ. ശ്രീനന്ദയുടെ മൃതദേഹം ഇപ്പോൾ ചാലക്കുടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം. അതിനുശേഷമായിരിക്കും മൃതസംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇനിയും ഇത്തരം വാർത്തകൾ ഉണ്ടാകാതിരിക്കട്ടെ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ കുട്ടികൾക്ക് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും തരണം ചെയ്യാനായിട്ടുള്ള ശക്തി ലഭിക്കട്ടെ. നന്ദി, നമസ്കാരം.